പ്രിയപ്പെട്ട വരയന്മാരെ വരത്തികളെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ട് ചെറിയ ലവ് ബേഡ്സിനെയാണ്. രണ്ട് നിറത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, താഴെ പോയി നോക്കുക. ഇവിടെ സ്കെച്ച് ഡൗൺലോഡ് സ്കെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്കെച്ച് ചെയ്യാം. ഈ ചിത്രം തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ പരമാവധി നന്നായി സ്കെച്ച് ചെയ്യാൻ ശ്രമിക്കുക, അപ്പോഴേ നന്നായി പെയിൻറ്റ് ചെയ്യാനും കഴിയും. രണ്ട് പക്ഷികൾ അടുത്തടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സ്കെച്ച് ചെയ്യാൻ സമയമെടുക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ചിത്രം നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വാട്ടർ കളറിൻ്റെ വലിയ ടെക്നിക്കൊന്നും ഉപയോഗിച്ചല്ല അത് ചെയ്യുന്നത്, സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഷേപ്പ് വന്നാൽ തന്നെ നമ്മുടെ ചിത്രം അടിപൊളിയാവും. ഷേപ്പ് കൂടി മിസ്സായാൽ ചിത്രം കൈവിട്ടു പോകും. അപ്പോൾ ഏകദേശം വരച്ചു കഴിഞ്ഞു. പുറത്ത് രണ്ട് ഹേർട്ട് കൂടി വരയ്ക്കുകയാണ്. ഇനി ഓറഞ്ചാണ് അടുത്തെടുക്കുന്നത്. ഓറഞ്ച് നിറമെടുത്ത് ഒരു പക്ഷിയെ വരയ്ക്കുന്നു. അത് തന്നെ കുറച്ച് കട്ടിയിലാണ് ഉപയോഗിക്കുന്നത്. അതിനെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് പരത്തിയെടുക്കുന്നു. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാൻ പറയുന്ന അതേ തരത്തിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് സാധാരണ ഒരു ചിത്രം പോലെയല്ല, കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾക്കത് ചിലപ്പോൾ നന്നായി ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഇതുപോലുള്ളതെല്ലാം ട്രൈ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇതുപോലുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചിത്രങ്ങൾ കൂടി ചേർക്കുന്നത്. പതുക്കെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ അറിയാതെ തന്നെ മുന്നോട്ട് വയ്ക്കാനാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും അത് മനസ്സിലാവുന്നുണ്ടാവില്ല. സാധാരണ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെയാവും നിങ്ങൾ വരയ്ക്കുന്നത്. പക്ഷേ വാട്ടർ കളറിൻ്റെ പല ടെക്നിക്കുകളും നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകളും ചെയ്യാൻ കഴിയും. കുറച്ച് റെഡ് കൂടി ചേർത്ത് ബ്രൗൺ കൂടി ചേർത്ത് ഡാർക്ക് ഭാഗം ചേർക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓറഞ്ചാണ് ചേർക്കുന്നത് എന്നുകൊണ്ടാണ് ബ്രൗൺ ചേർത്തത് അല്ലെങ്കിൽ റെഡ് ചേർത്തത്. നിങ്ങൾ ബ്ലൂ ആണ് ചേർക്കുന്നതെങ്കിൽ ബ്ലൂവിൻ്റെ ഡാർക്ക് നിറം ചേർക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് റെഡോ അല്ലെങ്കിൽ റെഡും ഗ്രീനും കൂടി മിക്സ് ചെയ്താൽ കുറച്ച് ഡാർക്ക് ബ്ലൂ കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അല്ലെങ്കിൽ ബ്ലൂ തന്നെ കട്ടിയിൽ ചേർത്താൽ നിങ്ങൾക്ക് അതുപോലെ ഡാർക്ക് നിറം ഉപയോഗിക്കാൻ കഴിയും. വെള്ളം കുറച്ച് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം. ചെറുക്കിൻ്റെ ഭാഗം ബ്രൗൺ ഉപയോഗിച്ച് ഒന്നുകൂടി ഡാർക്ക് ആക്കുന്നു. ഓറഞ്ചിൻ്റെ ഒരു ഡാർക്ക് നിറമായി നമുക്ക് ബ്രൗണിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ബെൻസീന എന്ന നിറമാണ് ഉപയോഗിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ അപ്പുറത്തുണ്ടാകുന്ന ആ ഒരു ഡാർക്ക് നിറമാണ് അവിടെ ചേർത്തത്. ഇനി അടുത്ത പക്ഷിയെ വരയ്ക്കുന്നത് ഗ്രീൻ കൊണ്ടാണ്. ആദ്യത്തെ പക്ഷി നന്നായി ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ അങ്ങനെ ഉണങ്ങാൻ കാത്തു നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്, പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. ഇവിടെ പെർമനൻറ്റ് ഗ്രീനും സാബ് ഗ്രീനും ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഡാർക്ക് സൈഡ് വരുന്ന സ്ഥലത്ത് സാബ് ഗ്രീനാണ്, ഓപ്പോസിറ്റ് സൈഡിൽ പെർമനൻറ്റ് ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്ന ബ്രഷിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, മോ ബ്രഷാണ്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രഷാണ്. അത്യാവശ്യം വിലയുണ്ട്. 4 ബ്രഷുകൾ ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ വീഡിയോ ചേർത്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആ ബ്രഷ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും എല്ലാമുള്ള 2 വീഡിയോകൾ 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് ചേർക്കാം, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ആ ഗ്രീൻ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഡാർക്ക് ഗ്രീൻ കൂടി ചേർക്കുന്നു. ആ ഒരു കൊമ്പിൻ്റെ ഭാഗവും പിടിച്ചിരിക്കുന്ന കാലിൻ്റെ ഭാഗവും വിട്ടതിന് ശേഷം താഴേക്ക് അതിൻ്റെ വാൽ കൂടി വരച്ചേർക്കുന്നു. ഡാർക്ക് ഗ്രീൻ കൊണ്ടാണ് ചെയ്തത്. പിന്നെ പെർമനൻറ്റ് ഗ്രീൻ എടുത്ത് താഴേക്ക് ലൈറ്റായിട്ട് ചേർക്കുന്നു. കുറച്ചുകൂടി അഗ്രങ്ങളെല്ലാം ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കുന്നു. ഇനി അടുത്തത് കുറച്ച് റെഡ് എടുക്കുകയാണ്. ആ ഒരു ഹാർട്ടുകളെ വരയ്ക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിച്ച് ചെയ്യാം. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു അടയാളം കാണിക്കുന്നു എന്ന് മാത്രം, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്.
ക്രിംസൺ റെഡ് കൊണ്ടാണ് ചെയ്തത്. അപ്പുറത്തുള്ള ഹേർട്ട് കൂടി വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആദ്യം വരച്ചതിൻ്റെ മുകളിൽ കൈ വയ്ക്കാതെ ശ്രദ്ധിക്കണം, പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടല്ലെങ്കിൽ കുറച്ചൊന്ന് തിരിച്ചിട്ട് അത് കറക്റ്റായി വെച്ചതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ കൈ അതിൽ തട്ടാത്ത രീതിയിൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം. ഇനി അല്പം ബ്രൗണും റെഡും മിക്സ് ചെയ്ത് കുറച്ച് ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്ക് ആക്കുന്നു. ആ കൊമ്പിനെ വരയ്ക്കാൻ വേണ്ടിയാണ്. നല്ല സിമ്പിളായാണ് കൊമ്പ് വരയ്ക്കുന്നത്, ഡീറ്റെയിൽ ആയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആ കാലിൻ്റെ ഭാഗം വരയ്ക്കുന്നു, പിന്നെ ആ കൊമ്പിനെ കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊമ്പിൽ നിറയെ ഇലകളൊക്കെ വരച്ച് നല്ല സുന്ദരമാക്കാം. ഇത് ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വളരെ സിമ്പിളായി ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനെ ഉപയോഗിക്കാം. കുറച്ച് ഓറഞ്ച് കൂടി ചേർത്ത് അവിടെ ലൈറ്റും എല്ലാം കൊണ്ടുവരുന്നു. ചെറിയൊരു കൊമ്പും വരയ്ക്കുന്നു. നിങ്ങൾക്കത് ഉപയോഗിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുകയും നിങ്ങളുടെ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ഓറഞ്ചും ബ്രൗണും എല്ലാം എടുത്ത് വീണ്ടും ആ ഒരു പക്ഷിയുടെ ഡാർക്ക് നിറം ചേർക്കുന്നു. ഓറഞ്ച് പക്ഷിയുടെ താഴ്ഭാഗത്താണ് ചേർക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗത്തൊരു സ്ട്രോക്ക് എല്ലാം ചേർക്കുന്നു. ഒന്നുകൂടി ഉരുണ്ടായി തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. കുറേ ബ്രഷ് വെച്ച് വരച്ച് കേടുവരുത്താതിരിക്കുക. ജസ്റ്റ് സിമ്പിൾ സ്ട്രോക്കുകൾ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. തൂവലിൻ്റെ ചെറിയ ഭാഗങ്ങളെല്ലാം അതേ നിറം കൊണ്ട് തന്നെ ചേർക്കുന്നു. വാലിൻ്റെ ഭാഗം കൂടി കുറച്ച് ഡാർക്ക് ആക്കിയെടുക്കുന്നു. പലരും തുടക്കക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ വരച്ച് പേപ്പർ കേടെത്തുന്നത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പേപ്പർ കേട് വരുന്നത് എന്നൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യാതിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വാട്ടർ കളർ, അതെന്താണെന്ന് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചേർക്കാം, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കുറച്ചുകൂടി ഗ്രീൻ എല്ലാം എടുത്ത് ആ ഗ്രീൻ പക്ഷിയുടെ ഡീറ്റെയിലും ചേർക്കുകയാണ്. ഇതൊരു റിയൽ ടൈം വീഡിയോ ആണ്, അപ്പോൾ സാവധാനം ഇരുന്ന് കാണുക, മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇവിടെ 2 ലെയറും കഴിഞ്ഞതിന് ശേഷം നന്നായി ഉണക്കിയതിന് ശേഷമാണ് അടുത്ത ലെയർ ചെയ്യേണ്ടത്. റെഡാണ് എടുത്തത്, ക്രിംസൺ റെഡാണ് എടുത്തത്. കൊക്ക് വരയ്ക്കുന്നു. അവിടെയും കൊക്കിൻ്റെ മുകളിലുള്ള ലൈറ്റും എല്ലാം ശ്രദ്ധിക്കണം. മുഴുവനായി കളർ ഫില്ല് ചെയ്യുകയല്ല, ചെറിയൊരു ഹൈലൈറ്റ് അവിടെ ഉണ്ട്, അത് വിട്ടാണ് ചെയ്യുന്നത്. അടുത്ത പക്ഷേ കൊക്ക് അതുപോലെ തന്നെ വരയ്ക്കുന്നു. വളരെ ചെറിയൊരു ലൈറ്റ് വിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഉരുണ്ടായി തോന്നിക്കില്ല. താഴെ കുറച്ച് ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ഇപ്പോൾ അത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ക്ലിയറായി വന്നിരിക്കുന്നു. ആ ഒരു കാലിൻ്റെ ഭാഗത്തും അതേ ഡാർക്ക് നിറങ്ങൾ കൊണ്ട് തന്നെ കൊമ്പും എല്ലാം ഒന്ന് ഡാർക്ക് ആക്കുന്നു. ബ്ലൂവും റെഡും മിക്സ് ചെയ്തൊരു നിറമാണ്, അല്ലെങ്കിൽ ബ്ലൂവും ബ്രൗണും മിക്സ് ചെയ്താൽ നമുക്ക് ഈ ഡാർക്ക് നിറം ഉണ്ടാക്കാം. കുറച്ചുകൂടി ബ്ലൂ ക്രിംസൺ റെഡ് മിക്സ് ചെയ്തൊരു നിറമുണ്ടാക്കി ആ കണ്ണിൻ്റെ ഭാഗവും വരയ്ക്കുന്നു. ജസ്റ്റ് ഒരു വട്ടം ഇട്ട് വയ്ക്കുന്നതാണ്. അവിടെയും ചെറിയൊരു ഹൈലൈറ്റ് വിട്ടിട്ടുണ്ട്. ആ ഹൈലൈറ്റാണ് കണ്ണിന് ജീവനുള്ളതാക്കി നിലനിർത്തുന്നത്. അപ്പോൾ ഹൈലൈറ്റ് വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇവിടെ കണ്ടോ, ഞാൻ കുറച്ച് ഇലകളൂടെ ചേർക്കുകയാണ്. ജസ്റ്റ് 2 ഡോട്ടുകൾ ഇടുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും എന്തെല്ലാം ചെയ്യണം എന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കുറച്ചൊന്ന് പരത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ചെയ്ത് ഇമെയിൽ അയക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രേരണ നിങ്ങളാണ്. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാമാണ്. തീർച്ചയായും ഒപ്പം ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.